തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷം. പയ്യന്നൂരിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. BJP നേതാവിന്റെ വീട്ടിൽ റീത്ത് വെച്ചു. പാനൂർ പാറാട് വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിൽ CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് മുള്ളൻകൊല്ലിയിലും കൊയിലാണ്ടി ചേമഞ്ചേരിയിലും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. പാനൂർ പാറാട് വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങളിൽ കൊളവല്ലൂർ പോലീസ് 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ചതിലും വീട്ടിൽ കയറി വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയതിലും പോലീസ് ബസ് കല്ലെറിഞ്ഞ് തകർത്തതിലുമാണ് കേസ്. 57 CPIM പ്രവർത്തകർക്കെതിരെയും 5 UDF പ്രവർത്തകർക്കെതിരെയുമാണ് FIR. പയ്യന്നൂർ നഗരസഭ 44-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി P. ലതികയുടെ തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസാണ് ഇന്നലെ രാവിലെ ഒരു സംഘം അടിച്ചു തകർത്തത്. UDF പരാതിയുടെ അടിസ്ഥാനത്തിൽ 12 CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പയ്യന്നൂർ രാമന്തളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ അതിക്രമമുണ്ടായി. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മഹാത്മാ മന്ദിരത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ മൂക്ക് അടിച്ചു തകർത്തു. തളിപ്പറമ്പ് നഗരസഭ തുരുത്തി വാർഡിലെ UDF സ്ഥാനാർത്ഥി മറിയം B. ജാഫറിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട അഴീക്കോട് റഫീഖിന്റെ വീട് ഇന്നലെ രാത്രി 20 പേരടങ്ങുന്ന സംഘം ആക്രമിച്ചു. വീടിന്റെ മേൽക്കൂര മേഞ്ഞ മെറ്റൽ ഷീറ്റും അടുക്കള ഭാഗത്തുള്ള ജനൽപാളികളും തകർത്തു. CPIM ആണ് അതിക്രമത്തിനു പിന്നിലെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. പയ്യന്നൂർ പുഞ്ചക്കാട് BJP ഏരിയ ജനറൽ സെക്രട്ടറി വിജേഷ് OVയുടെ വീട്ടുവരാന്തയിൽ റീത്തുവെച്ചു. വാർഡിലെ മുന്നേറ്റത്തിൽ വിറളി പൂണ്ടാണ് CPIM ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് BJP ആരോപിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥിയും INTUC സംസ്ഥാന കമ്മിറ്റി അംഗവുമായ PK സുരേഷിന്റെ കാനായിയിലെ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. കണ്ണൂരിന് പുറമെ വയനാട്, കോഴിക്കോട്, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലും തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘർഷമുണ്ടായി. വയനാട് മുള്ളൻകൊല്ലിയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും ഏറ്റുമുട്ടി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സേവാ കേന്ദ്രത്തിന്റെ ഫർണിച്ചറുകളും ജനൽ ഗ്ലാസുകളും CPIM തകർത്തെന്ന് BJP ആരോപിച്ചു. മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന KK മുനീറിന്റെ ഇലക്ഷൻ ഏജന്റ് അലിയുടെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞ് ജനൽ ചില്ലുകൾ തകർത്തതായും പരാതിയുണ്ട്. കോട്ടയം പള്ളിക്കത്തോട് ഒരാൾ മരിച്ച തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.